അത് അവര് ഈ ലൈവ് കഴിയുന്നതിന് മുന്നേ അനിലാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, തിരുവനന്തപുരത്ത് വെച്ച് നമുക്കിപ്പോ ഒരു വലിയ ആഘോഷം വന്നിരിക്കുകയാണ്, ആദ്യത്തെ ദിവസമാണ്. ഇപ്പൊ മിനിസ്റ്റർ എന്താണ് ഫീൽ ഉള്ളത്? ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ നഗരം വിദ്യാർത്ഥികളെ ഓരോ വേദിയിലേക്കും ആനയിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. മാധ്യമ സുഹൃത്തുക്കളും സംഘാടകരും കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ നിൽക്കുന്ന സമയമാണ്. ഏറ്റവും ഉജ്ജ്വലമായ യുവജനോത്സവമായി, സ്കൂൾ കലോത്സവമായി ഇത് മാറണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയിൽ വെച്ച് നടത്തുന്ന പരിപാടിയാണ്, അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ ഒന്നിനും ഒരു കുറവും വരാത്ത രീതിയിൽ നമുക്കിത് വിജയകരമാക്കി നടത്തേണ്ടതായിട്ടുണ്ട്. അതെ, നമ്മുടെ ജില്ലയിൽ വെച്ച് നടക്കുക മാത്രമല്ല, കേരള വിഷനെ സംബന്ധിച്ചും ഈ തിരുവനന്തപുരമാണല്ലോ നിങ്ങളുടെ ആസ്ഥാനം. തീർച്ചയായിട്ടും അതിന്റെ പ്രേക്ഷകർക്കെല്ലാം ആശംസകൾ നേരാൻ ഈ അവസരം ഞങ്ങളിവിടെ പൂർണ്ണ സജ്ജരായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും, മാധ്യമ സുഹൃത്തുക്കളും, അതുപോലെ തന്നെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം സംഘടനകളും, അധ്യാപക സംഘടനകളും എല്ലാം ഇത് വിജയിപ്പിക്കാൻ ഒരു മനസ്സോടെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട്, കലയുമായി ബന്ധപ്പെട്ട് ഏത് ഇനത്തിനോട് കൂടുതൽ താല്പര്യം? എല്ലാ ഇനത്തിനോടും താല്പര്യമാണ്. കാരണം പ്രത്യേക ഒരു ഇനത്തിൽ പ്രാക്ടീസ് ചെയ്ത് വരാത്ത ഒരാളെന്ന നിലയ്ക്ക് എല്ലാ ഇനങ്ങളോടും താല്പര്യമാണ്. അതുകൊണ്ട് എല്ലാ കലയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമ്മൾ കാണുന്ന നൃത്തത്തിനുള്ള പ്രാധാന്യം തന്നെ ചെണ്ടമേളത്തിനുമുണ്ട്. അതിനേക്കാൾ പ്രാധാന്യം അതുപോലെ ഓരോ ഇനങ്ങൾക്കുമുണ്ട്. എല്ലാം നമ്മൾ ഒരുപോലെ ആസ്വദിക്കാൻ ഓരോ ആളുകൾക്കും ഓരോ രീതിയായിരിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാം ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അത് നഗരവാസികൾ വിശേഷിച്ചും പ്രയോജനപ്പെടുത്താൻ ഇവിടേക്ക് എത്തണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. എല്ലാ ദിവസവും മിനിസ്റ്ററെ പ്രതീക്ഷിക്കാം. പിന്നെ എല്ലാ ദിവസവും മിനിസ്റ്ററുടെ മുഴുവൻ സമയം ഉണ്ടാവും. മിനിസ്റ്ററോട് ഒരു ചോദ്യം, അതായത് മിനിസ്റ്റർ തിരുവനന്തപുരംകാരനാണ്, മറ്റൊന്ന് അതിനപ്പുറത്തേക്ക് നേരത്തെ തിരുവനന്തപുരത്ത് വന്ന കലോത്സവം സംഘാടകരിൽ ഒരാളായിരുന്നു. 9 വർഷത്തിന് മുമ്പ് അന്ന് ഞാൻ നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയിൽ അന്ന് ഇതിന്റെ സംഘാടനത്തിന്റെ മുന്നിൽ നിന്ന ഒരാളാണ്. ആ കാലം 9 വർഷം പിന്നിടുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു. കലോത്സവം ആ നിലയിലേക്കുള്ള മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ സംഘാടകൻ എന്നതിനപ്പുറത്തേക്ക് മിനിസ്റ്റർ മത്സരരംഗത്തുണ്ടായിരുന്നു. എങ്ങനെയാണ് കലയുടെ അല്ലെങ്കിൽ രചനയുടെ ഏതെങ്കിലും തലങ്ങളിൽ? മത്സരരംഗത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകത്തിന്റെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സബ് ജില്ല വരെ പോയിട്ടുള്ളൂ, അതിന് മുകളിലേക്കൊന്നും പോയിട്ടില്ല. അതെ, അന്നത്തെ ഓർമ്മയിൽ ഏറ്റവും അത് എത്രയോ മാറി. അതിനേക്കാൾ എത്രയോ മാറ്റമാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ തലമുറ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. അവർ ഓരോ വർഷം കഴിയും തോറും പുതിയ തലമുറ ആ നിലയിലേക്ക് മാറുകയാണ്. എന്തായാലും അത് തന്നെയാണ് മിനിസ്റ്റർ പറയുന്നത്. പുതിയ തലമുറ മാറുന്നു, ഓരോ വർഷം കഴിയുമ്പോഴും കലോത്സവത്തിൽ മാറ്റം വരുന്നു. ഇത്തവണ അത്തരത്തിലൊരു മാറ്റം നമ്മുടെ കലോത്സവ മാനുവലിലുണ്ട്. കുട്ടികളെല്ലാം വലിയൊരു ഹർഷാരവം മുഴക്കുന്നു. നമുക്ക് വേദിയുടെ ഭാഗത്തേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്, അവിടുത്തെ കാഴ്ചകളും കാണേണ്ടതുണ്ട്. കാരണം മന്ത്രി പറഞ്ഞതുപോലെ കലോത്സവ മാനുവൽ പരിഷ്കരിച്ചതിന് ശേഷം നടക്കുന്ന ഒരു കലോത്സവം കൂടിയാണ്. ഗോത്രവർഗ കലകൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു കലോത്സവമാണ് ഇത്തവണത്തേത്. പണിയനൃത്തം, പളിയനൃത്തം, മലപുലയാട്ടം, ഇരുള നൃത്തം, മംഗലംകളി, അങ്ങനെയുള്ള ഗോത്രവർഗ കലകളുണ്ട്. ഇവിടെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ ഈ വേദിയിൽ ഉദ്ഘാടന ചടങ്ങ് വീക്ഷിക്കാനും മറ്റുമായി എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേഡിയത്തിന്റെ ഒരു പ്രത്യേകത, ഈ വേദിയുടെ MT നില എന്ന് പറയുന്ന ഈ ഒന്നാം വേദിയുടെ പ്രത്യേകത, ഒരേ സമയം 25,000 പേർക്ക് ഇരുന്നു കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കലോത്സവത്തിന് എല്ലാ ദിവസവും ഉണ്ടോ? ഇടയ്ക്കൊക്കെ വരും. ഇത് തിരുവനന്തപുരംകാരിയാണ്? തിരുവനന്തപുരംകാരി. നേരത്തെ 9 വർഷം മുൻപ് തിരുവനന്തപുരത്ത് കലോത്സവം വന്നപ്പോൾ ഉണ്ടായിരുന്നു? കണ്ടിട്ടുണ്ട്. മത്സരിച്ചിട്ടുണ്ട്? ഇല്ല. എങ്ങനെയാ കാണുന്നത് കലോത്സവം? വളരെ ആകാംക്ഷയോടെ തന്നെയാണ്. എങ്ങനെയായിരിക്കും മത്സരങ്ങൾ എന്നൊക്കെ ഉള്ളത്. വാശിയേറിയ മത്സരങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാ മത്സരങ്ങളും കാണാൻ എത്തും? എല്ലാ ദിവസവും എത്തും? എല്ലാ ദിവസവും വരാൻ ശ്രമിക്കും. അത് തന്നെയാണ്, എല്ലാ ദിവസവും വരാൻ ശ്രമിക്കണം എന്നൊരു ആഗ്രഹം അവർക്കുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ കാഴ്ചക്കാരായിട്ടുണ്ട്. ഇവിടെ കുട്ടികളുണ്ട്. കുറച്ച് മുൻവശത്തേക്ക് പോയി കഴിഞ്ഞാൽ